ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. 2026 PSC പരീക്ഷകളുടെ കലണ്ടർ PSC ഇന്നലെ പുറത്തുവിട്ടിരുന്നു. എല്ലാ വർഷത്തെയും കഴിഞ്ഞ വർഷവും ജനുവരി 1 തീയതി PSC 2025 നടത്താനുള്ള എല്ലാ പരീക്ഷകളുടെയും ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2026 PSC അതുപോലെ തന്നെ 2026 നടത്താൻ പോകുന്ന ഡിഗ്രി ലെവൽ 10th ലെവൽ പരീക്ഷകളുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റുകളും അതുപോലെ അവയുടെ മെയിൻസിൻ്റെ ഡേറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പഠനമൊക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ 2026 നമുക്കറിയാം ഒരുപാട് പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, SI, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് എക്സാമുകൾ ഡിഗ്രി തലത്തിലും അതുപോലെ തന്നെ 10th ലെവലിലാണെന്നുണ്ടെങ്കിൽ ബെപ്കോ, LTC പോലത്തെ ചില പോസ്റ്റുകളും അതുപോലെ തന്നെ VFA പോലത്തെ പോസ്റ്റുകളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഡിഗ്രി ലെവലിൽ കോമൺ ആയിട്ടുള്ള എക്സാമുകൾ വരുന്നത് SBCID, അത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിമിനറി എക്സാമാണ് വരുന്നത്. ആ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലായിരിക്കും എന്നാണ് PSC അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇലക്ഷൻ എല്ലാം വരാൻ പോകുകയാണ്. അപ്പോൾ ഇലക്ഷന് ശേഷം മെയ്യിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാം വരുന്നത്. മെയ്, ജൂൺ, ജൂലൈ 3 മാസങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ 2 അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പൊതു പ്രാഥമിക പരീക്ഷ നടത്തുന്നത്. അതിനുശേഷം മാർക്ക് നോർമലൈസേഷന് ശേഷമായിരിക്കും മെയിൻസിനുള്ള ഒരു സെലക്ട് ചെയ്ത ആളുകളുടെ ചുരുക്കപ്പട്ടിക PSC എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഘട്ടത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു എന്ത് ചെയ്യുന്നത്, PSC നടത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു പൊതു പ്രാഥമിക പരീക്ഷ എന്ന് പറയുന്നത് മെയ്യിലും ജൂലൈയിലും ഇടയിലായിട്ട് നടക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കലണ്ടർ പ്രകാരം അറിയിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്ക് കണക്കാക്കുന്നത് ഇപ്പോൾ മെയ് ജൂണൊക്കെ ആയിട്ട് പ്രിലിമിനറി ഫുള്ളായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിമിനറി റിസൾട്ട് വന്ന് ഏകദേശം ഒരു 1.5-2 മാസമാണ് മെയിൻസിന് ഗ്യാപ്പ് വരാറുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോടൊക്കെ കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മെയിൻസ് പരീക്ഷ നടത്താനായിട്ട് PSCക്ക് സാധിക്കും. അപ്പോൾ ഇതൊരു ടെൻറ്റേറ്റീവ് കലണ്ടറാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റ് പിന്നീടായിരിക്കും PSCയുടെ ഓരോ മന്ത്ലി കലണ്ടർ വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റ് പ്രധാന പോസ്റ്റുകളാണ് നമ്മളുടെ അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ജയിലറിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലുള്ള സൂപ്പർവൈസറുടെ പോസ്റ്റും അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഇലക്ട്രിസിറ്റി വിംഗിലെ ഒരു കാഷ്യർ പോസ്റ്റും എല്ലാം വരുന്നുണ്ട്. ഇത്തരത്തിലൊരു 21ഓളം പോസ്റ്റുകളാണ് എന്തിൽ വരുന്നത്, ഈ ഒരു പൊതു പ്രാഥമിക പരീക്ഷയിൽ വരുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ, ഇത് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പാണ് ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു 2026 വരുന്നത്. ഇത് ഈ പല എക്സാംസിനും അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ഇപ്പോഴും അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്കറിയാം 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, ഈ പൊതു പ്രാഥമിക പരീക്ഷ നടത്തുന്നത്. PSCയുടെ ഒരുവിധം എല്ലാ എക്സാമുകളും ഒരു 100 മാർക്കിനാണ് നടക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഒരു പരമാവധി കട്ട് ഓഫ് വന്നിരിക്കുന്നത് 50 മുതൽ 54 വരെയാണ് പരമാവധി. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ ധാരാളം വേക്കൻസി ഉള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 58 മുകളിൽ മാർക്ക് വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് എന്താവാൻ പറ്റും, ഉറപ്പായിട്ടും ക്വാളിഫൈ ആവാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രിലിംസിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് മെയിൻസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. മെയിൻസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ പ്രിലിംസിൽ നമ്മൾ MEM, അതായത് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ പ്രിലിംസ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിന് എന്ത് ചെയ്യാൻ കിട്ടില്ല, അധികം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ സിലബസ് വരുമ്പോൾ മിക്കവാറും സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഫസ്റ്റ് പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ് ഒക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തിനും ഫോക്കസ് ചെയ്യണം, മെയിൻസിനും കൂടെ ഫോക്കസ് ചെയ്യണം. മെയിൻസിനും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത 3 ആളുകളാണ് മലയാളവും അതുപോലെ തന്നെ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും. ഇത് 3ഉം കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര മാർക്കാണ് വരുന്നത്, 50 മാർക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇതുവരെയുള്ള എല്ലാ ഡിഗ്രി പ്രിലിംസിലും ഒരു 50 മുതൽ 55 വരെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളൂ ഇതുവരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതിൽ നമുക്ക് ഏകദേശം അത്ര തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒരു 55 മാർക്ക് അല്ലെങ്കിൽ 58 മാർക്കൊക്കെ ഉള്ള ഒരു കാൻഡിഡേറ്റ് ഉറപ്പായും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള ധാരാളം വേക്കൻസി ഉള്ള പോസ്റ്റുകളുടെ മെയിൻസിലേക്ക് ക്ലിയർ ആവുന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു 3 വിഷയം ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 50 മാർക്കിനുള്ള സിലബസ് അതിൽ നിന്ന് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഒരു 40+ മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചാൽ ബാക്കിയുള്ള 50 മാർക്കിൽ നിന്ന് ഒരു 20 മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 60 മാർക്ക് നമുക്ക് എന്താവും, ഷുവറായിട്ടും കിട്ടും. ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് വൃത്തിയായിട്ട് പഠിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ള 2021 മുതൽ നടന്നിട്ടുള്ള ഒരു
ധാരാളം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെലിഗ്രാം ചാനലുകളിലെല്ലാം എന്താണ് അവൈലബിൾ ആണ്, PSC യുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നും ഒരു 40 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ PYQ ധാരാളം വർക്കൗട്ട് ചെയ്യുക. ബാക്കി കീ ആയിട്ടുള്ള ടോപ്പിക്സ്, നമ്മുടെ ബാക്കിയുള്ള 50 മാർക്കിൽ നിന്ന് കീ ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പോൾ പൊളിറ്റി ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതിൽ നമുക്ക് ഈ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഇത്തരത്തിലുള്ള കീ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക് ആ ഒരു പൊളിറ്റിയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഹിസ്റ്ററി വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. എന്നാലും അവിടെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എപ്പോഴും 1-2 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ എപ്പോഴും വരാറുള്ളത് ഒന്നുമില്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചൈനീസ് റവല്യൂഷൻ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ബേസ് ചെയ്തിട്ട്, ഇങ്ങനെ 2-3 റവല്യൂഷനുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം ചോദിക്കാറുള്ളത്. ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1887 മുതൽ 1947 മുതൽ 90 വർഷത്തെ കാലമാണ് എന്തെന്ന് പറയുന്നത് ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മേഖലകളാണ് ആ ഒരു വിപ്ലവം, 1887 ആ വിപ്ലവവും, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഹിസ്റ്ററി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 4 മുതൽ 5 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രിലിംസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒരു 60+ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം? മെയിൻസിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു, പ്രിലിംസ് എക്സാം കഴിയട്ടെ, പ്രിലിംസിൻ്റെ ഒരു പ്രൊഫഷണൽ കീ വന്ന് അല്ലെങ്കിൽ ഒരു ഫൈനൽ കീ വന്നിട്ട് എനിക്ക് എത്ര മാർക്ക് ഉണ്ട് അത് നോക്കിയിട്ട് ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻസിൽ ഉറപ്പായും എന്താവും, പുറകിൽ പോവും. ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. മാത്രമല്ല മെയിൻസിന് പ്രിലിംസ് പോലെയുള്ള അത്യാവശ്യം ഡെപ്ത് ആയിട്ട് എല്ലാ മേഖലകളിൽ നിന്നും എന്ത് ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയമാണ് ഈ ഒരു 5 മാസക്കാലം എന്ന് പറയുന്നത്. കാരണം നമുക്ക് മെയ് വരെയാണ് സമയമുള്ളത്. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ജനുവരി ആദ്യത്തെ ഒരു വീക്കിലാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മാസം സമയമാണ് നമ്മുടെ മുമ്പിൽ എന്തുള്ളത് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകളെ സംബന്ധിച്ച് അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ഇനി നമുക്കറിയാം SLC ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിരുദം യോഗ്യതയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എക്സാം ആണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് അതിൻ്റെയും എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ ആ ഒരു സമയത്തായിരിക്കും അതിൻ്റെ പ്രിലിമിനറി എക്സാംസ് നടക്കുന്നത്. അതിൻ്റെ മെയിൻസ് എക്സാം നടക്കുന്നത് ഒക്ടോബറിൻ്റെയും ഡിസംബറിൻ്റെയും ഇടയിലായിട്ടായിരിക്കും വരുന്നത്. ബാക്കിയുള്ള 10th ലെവലിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് വെബ്കോ LTC എന്ന് പറയുന്നത്. ഒരുപാട് അപ്ലിക്കൻസ് ഉണ്ടാവുന്ന ഒരു എക്സാമാണ്. അതിൻ്റെയും പ്രിലിമിനറി ജൂലൈ മുതൽ സെപ്റ്റംബറിലും അതുപോലെ തന്നെ ഒക്ടോബർ ഡിസംബർ ആയിട്ട് അതിൻ്റെ മെയിൻസ് എക്സാമും നടക്കാനാണ് സാധ്യത. അപ്പോൾ ഈ വെബ്കോ LTCക്കും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSനും ചിലപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിംസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം രണ്ടിൻ്റെയും ടൈം ലൈൻ ഏകദേശം ഒരുപോലെയാണ്. അതും ഈ സ്റ്റോർമാൻ എന്ന് പറയുന്ന പോസ്റ്റുകളും എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രിലിമിനറിയുടെ അണ്ടറിലായിരിക്കാം വരിക. സെപ്പറേറ്റ് കട്ട് ഓഫ് ആക്കി സെപ്പറേറ്റ് മെയിൻസ് എക്സാം നടത്തുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ കലണ്ടറിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം സമയം നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക്സ് പഠിച്ച് പ്രിലിംസിൽ എത്രയും പെട്ടെന്ന് നല്ല സ്കോർ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു PSCയുടെ കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രധാന അപ്ഡേറ്റുകളും ഡിഗ്രി ലെവൽ സിലബസിൻ്റെ ഒരു ഡീകോഡിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.